അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണം എന്ന വിഷയത്തിലേക്ക് താങ്കൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത്? ഒരു കാര്യം മാത്രമേ അതിലുള്ളൂ. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാന പുരസ്സരം അവരെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനും അവരുടെ ചോയ്സ് ഓഫ് ഡ്രസ്സോ ചോയ്സ് ഓഫ് എക്സ്പ്രഷനോ വിമർശിക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. ഏതുപോലെ എന്തുകൊണ്ടാണ് ബോച്ചെ പറയുന്നത് ശരിയല്ലെന്ന് നമ്മൾ പറയുന്നത്? ബോച്ചയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? കാര്യം ബോച്ചെ പറയുന്നത് ഡീസൻസി ലംഘിക്കുന്നതാണ്, മാന്യതയും മര്യാദയും സഭ്യതയും ലംഘിക്കുന്നതാണ്. അത് ശരിയല്ല എന്ന് ആദ്യം പറയുന്ന വ്യക്തികളൊന്ന് ഞാനാണ്. ഹണി റോസിനോട് ബോച്ചെ മാപ്പ് പറയണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ഞാനാണ്. ബോച്ചെ പറഞ്ഞത് തെറ്റാണെന്ന് സൂചിപ്പിക്കുകയും ബോച്ചെ പറഞ്ഞ തെറ്റിന് ബോച്ചെ മാപ്പ് പറയണമെന്നും സൂചിപ്പിക്കുകയും ചെയ്യുന്ന രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല എന്നാണ് ഇപ്പൊ ഹണി റോസ് പറയുന്നത്. അങ്ങനെയല്ല. ബോബി ചെമ്മണ്ണൂരിനെതിരായ ആരോപണം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ രാഹുൽ എന്തിനാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലേക്ക് ചർച്ച തിരിച്ചുവിട്ടത്? രാഹുൽ, അതിൽ രാഹുലിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടോ? ഹണി റോസിന്റെ വസ്ത്രധാരണം കാരണമല്ലേ അങ്ങനെ കമന്റ് ഉണ്ടാകുന്നത്? നമ്മൾ കണ്ണടച്ച നമുക്കല്ലേ ഹണി റോസിന്റെ വസ്ത്രധാരണം കാരണമാണോ ബോബി ചെമ്മണ്ണൂർ മോശം പരാമർശങ്ങൾ നടത്തിയത്? ആണോ? വസ്ത്രധാരണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കമന്റ് അല്ലേ കുന്തി ദേവിയായി വരുന്നത്? ഹണി റോസിന്റെ ഇതേ വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ പ്രത്യേകതയിൽ അടിസ്ഥാനപ്പെടുത്തിയ കമന്റ് അല്ലേ ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ പറയുന്നത്? ഹണി റോസിന്റെ സിനിമയിലെ ഡയലോഗൊക്കെ എടുത്ത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ മോശമാണ്. കാരണം സിനിമയിൽ അതിന്റെ പശ്ചാത്തലമുണ്ട്, അതിന്റെ കഥയുണ്ട്, കഥയ്ക്കനുസരിച്ച് കഥാപാത്രങ്ങൾ അത് സ്വീകരിക്കും. താങ്കൾക്കൊരു സിനിമയിൽ റോൾ കിട്ടിയാൽ അതിൽ വില്ലൻ റോൾ ആണെങ്കിൽ ആ വില്ലൻ റോൾ ചെയ്തതിനെ പിന്നെ പുറത്തു വന്നിട്ട് ഞാൻ അതിൽ ബലാത്സംഗ റോളിൽ അതിൽ അഭിനയിച്ചതിനെ പറ്റി താങ്കൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് അങ്ങനെ ഒരു റോൾ കിട്ടുകയാണെങ്കിൽ ഓർമ്മയുണ്ടോന്നറിയില്ല. അല്ലല്ല, സ്മൃതിജിക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി ഇതേപോലെ ഒരാൾ എഴുതി കൊടുത്ത ഡയലോഗ് കസബയിൽ പറഞ്ഞപ്പോ നമ്മുടെ ലിബറലുകളും ഫെമിനിസ്റ്റുകളും മാധ്യമങ്ങളും അദ്ദേഹത്തെ ആക്രമിച്ചത് മറന്നു. അതൊക്കെ വേറെ തലത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ ഈശ്വർ. അതൊരു വേറെ തലത്തിൽ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമാണ്. സ്ത്രീ വിരുദ്ധമായ ഡയലോഗുകൾ അനാവശ്യമായി തിരികെ കയറ്റുകയും അത് ഹീറോയിസമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വേറെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വേറെ മേഖലയാണ്. താങ്കൾ ഒരു വിഷയം ഹണി റോസ് ട്രിവാൻഡ്രം ലോഡ്ജിലും മോൺസ്റ്റർ സിനിമയിലും ഹണി റോസ് കേട്ടോണ്ടിരുന്ന ഡയലോഗ് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹണി റോസ് ഇനി കന്യാസ്ത്രീയുടെ വേഷത്തിൽ അഭിനയിച്ചാൽ മതി എന്നാണോ? വസ്ത്രങ്ങൾക്ക് മാന്യതയും മിതത്വവും ഇല്ലേ? അത് നിശ്ചയിക്കാൻ രാഹുൽ ഈശ്വർ ആരാണ്? രാഹുൽ ഈശ്വറിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ബാക്കിയുള്ളവർക്കും അഭിപ്രായം ഉണ്ടാകാമല്ലോ. താങ്കൾ തലയിൽ കെട്ടുന്ന തുണി അത് വേറെ രൂപത്തിൽ അവതരിപ്പിക്കുന്നവരുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. പക്ഷെ അതിനെ പരിഹസിക്കുന്നവരും അപഹസിക്കുന്നവരുമുണ്ട്. താങ്കൾ എപ്പോഴും കറുത്ത വേഷം ധരിച്ചുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് താങ്കൾക്ക് താങ്കളുടേതായ കാരണങ്ങളുണ്ടാകാം. അതേപോലെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാമല്ലോ രാഹുൽ ഈശ്വർ. എന്തിനാണ് ആ തരത്തിലേക്ക് ചർച്ച മാറ്റുന്നത്? ഇതിൽ അസഭ്യ പ്രയോഗം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെ എതിരെ ഇവിടെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഉടനെ അത് ഹണി റോസിന്റെ വസ്ത്രമാണ് പ്രശ്നം എന്നതിലേക്ക് എങ്ങനെയാണ് ചർച്ച കൊണ്ടുപോവുക? ഒരാളെ തുടർച്ചയായി അപമാനിക്കുക, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. ഒരു മിനിറ്റ്, വസ്ത്രമല്ല താങ്കൾ കണ്ടിട്ടുണ്ട്, താങ്കൾ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി നടത്തിയ പ്രതികരണങ്ങൾ വസ്ത്രത്തെക്കുറിച്ചല്ല, ശരീരത്തെക്കുറിച്ചാണ് രാഹുൽ. ശരീരത്തെക്കുറിച്ചാണ്. കുന്തി ദേവി എന്ന പ്രയോഗം ശരീരത്തെക്കുറിച്ചാണ്, വസ്ത്രത്തെക്കുറിച്ചല്ല രാഹുൽ. കുന്തി ദേവിയുടെ വസ്ത്രത്തെക്കുറിച്ചല്ല, ശരീരത്തെക്കുറിച്ചാണ്. ഒന്ന് കേൾക്കണം. അതെ, എനിക്ക് പറയാനുള്ള വ്യക്തമായ മറുപടി ഹണി റോസും കുടുംബവും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അവരോട് പറയുകയാണ്. ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ബോച്ചയെ അങ്ങനെ വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. രാഹുൽ ഈശ്വറിനെ എങ്ങനെ വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. അപ്പോൾ നമ്മുടെ വിമർശന സ്വാതന്ത്ര്യം അതിര് കടക്കരുത്, വസ്ത്രധാരണ സ്വാതന്ത്ര്യം അതിര് കടക്കരുത്. ഇതിന്റെ അതിൽ ആര് തീരുമാനിക്കും? ഇന്ത്യൻ ഭരണഘടനയും സമൂഹവും തീരുമാനിക്കും.